പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ എപ്പോഴാണ് വന്നതെന്ന്. ആദ്യം അതാട്ടോ ചോദിക്കുന്നത്. അപ്പം ബാലേന്ദ്രൻ കുറച്ച് സമയമായി എന്ന് പറയും. അത് കഴിഞ്ഞ് അലീന പോയിട്ടില്ലല്ലോ, അപ്പോൾ അത് വൈജയന്തി കണ്ടു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അലീന എന്താ പോവാത്തത് ഇവിടുന്ന്? അവളെ രാവിലെ ശമ്പളമെല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്തതല്ലേ, എന്നിട്ട് പിന്നെ എന്താ ഇപ്പോഴും അവൾ ഇവിടെ നിൽക്കുന്നത്? എന്തുകൊണ്ട് അവൾ പോവാഞ്ഞേ എന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രനോട്. ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ നീ അങ്ങ് മറന്നുപോയോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നത് എന്ത് കാര്യങ്ങൾ എന്നാണ് കേട്ടോ. അപ്പോൾ അവളെ ശമ്പളം എല്ലാം കൊടുത്ത് നമ്മൾ പറഞ്ഞ് നിർത്തി. അതിനുശേഷമല്ലേ മനു ഹരിനെയും കൊണ്ടുവന്ന് സത്യങ്ങളെല്ലാം പറഞ്ഞത്. ഹരി അവൻ്റെ തെറ്റ് സമ്മതിക്കുകയും ചെയ്തല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വൈജയന്തി നേരെ പറയുന്നത്, അത് ഹരിയും അതുപോലെ തന്നെ മനുവും തമ്മിൽ കളിച്ചൊരു നാടകമാണ്. അവൻ്റെ അനിയൻ ഹരി തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നാറിയ പരിപാടി ചെയ്തു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. അവന് നാണക്കേട് തന്നെയല്ലേ. അതുകൊണ്ട് അവൻ്റെ അനിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒരു നാടകം കളിച്ചതാണ്. ഇങ്ങനെ ബാലേന്ദ്രൻ മനുവിനെ വിളിച്ച സമയത്ത് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ ഹരി വന്നപ്പോൾ ഹരിനോട് സംസാരിച്ച് അവർ രണ്ടുപേരും കൂടെ വന്ന് ഇവിടെ ഒരു നാടകം കളിച്ചു. അതുകൊണ്ട് ഇപ്പോൾ രക്ഷപ്പെട്ടത് ഹരിയും മനും അലീനയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അലീന എപ്പോഴും തെറ്റ് ചെയ്തു തന്നെയാണോ നീ ഇങ്ങനെ എപ്പോഴും പറഞ്ഞു വരുന്നത് എന്നൊക്കെ ഇങ്ങനെ വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനാണെങ്കിലും. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ വൈജയന്തി ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ പിന്നെ അവർ എൻ്റെ കുടുംബത്തിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു നാടകം കളിച്ചെങ്കിൽ അത് ചോദിക്കുക തന്നെ വേണമല്ലോ. ഇനി രണ്ടിനെ ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. ശിവേട്ടനെ വിളിച്ചിട്ടും കാര്യം പറയണം എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഫോൺ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങുന്ന സമയത്ത് ബാലേന്ദ്രൻ ആരെയും വിളിക്കുന്നത് എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരെയും ആ ഹരീനെ വിളിക്കട്ടെ എന്ന് പറയൂ കേട്ടോ. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എൻ്റെ കുടുംബത്തിൽ കയറി ഇങ്ങനെ ഒരു നാറിയ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു നാടകം കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുന്നത് വേണമല്ലോ. ഇനി രണ്ടിനെയും കുടുംബത്തിൽ കയറ്റാൻ പറ്റില്ല എന്നങ്ങ് പറയുന്ന സമയത്ത് വൈജയന്തി ആ ഫോണങ്ങ് തട്ടി പറിച്ചിട്ട് ആ ബെഡിലേക്ക് അങ്ങ് എറിയാണ് കേട്ടോ. എന്നിട്ട് ദേഷ്യത്തിൽ ചെന്നിട്ട് ആ ബെഡിൽ ഇരിക്കുകയാണ്. അപ്പോഴും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും നീ അലീന തെറ്റ് ചെയ്തു തന്നെയാണോ ഇങ്ങനെ വിശ്വസിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, പിന്നീട് ബാലേന്ദ്രൻ പറയുകയാണ്, അവളെ നമ്മളിങ്ങനെ സംശയിച്ചതിന് അതിനോട് ഇങ്ങനെ സത്യമെല്ലാം അറിഞ്ഞ ശേഷം ഒരു സോറി പറയല്ലേ വേണ്ടത്, എന്തിനാ നിനക്ക് ഇത്ര വാശി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഇങ്ങനെ വൈജയന്തി പറയുന്നത്, ഞാൻ അവളോട് ഇങ്ങനെ സോറി ഒന്നും പറയില്ല, എനിക്കതിന് പറ്റില്ല എന്നൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അവളെ നമ്മൾ സംശയിച്ചതിന് അവൾ നമ്മളോട് എന്തെങ്കിലും പരാതി പറഞ്ഞോ, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ എന്തെങ്കിലും അവൾ നോക്കാതെ നിന്നോ, പിണങ്ങി നിന്നോ, ഇവിടുത്തെ കാര്യങ്ങൾ ജോലി എന്തെങ്കിലും ചെയ്യാതെ നിന്നോ എന്നൊക്കെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആ കുട്ടീനോട് സോറി പറയല്ലേ വേണ്ടതെന്ന് പറയുന്ന സമയത്തും ഇങ്ങനെ വൈജയന്തി സോറി പറയില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്കെന്താ അലീനയോട് ഇത്ര ശത്രുത എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവളോട് ശത്രുതയൊന്നുമില്ല, ഇനിയിപ്പോൾ ശത്രു ആവോ, ഇതുവരെ ശത്രു ആയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം, ഇനിയിപ്പോൾ അങ്ങനെ ആവോ എന്ന് പറയാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, മനു ഹരീനെ വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ ഹരി ഇങ്ങനെ തെറ്റെല്ലാം ഏറ്റു പറഞ്ഞതല്ലേ, എന്നിട്ടും നിനക്ക് വിശ്വാസമായില്ലേ, ഇനിയിപ്പോൾ നീ ആര് പറഞ്ഞാലാ വിശ്വസിക്കുക, ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീ വിശ്വസിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ വൈജയന്തിനെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ അലീന തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ വിശ്വാസമായതുകൊണ്ട് തന്നെ അലീനേനെ അവിടെ നിർത്തിയതാണല്ലോ. അപ്പോൾ നിനക്ക് ഇങ്ങനെ അവളെ ഒന്ന് സംശയിച്ചതിന് അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക, ഒരു സോറി പറയുകയൊക്കെ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ആശ്വസിപ്പിക്കലൊക്കെ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നെ അതിനൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോരുന്നുണ്ട് കേട്ടോ. പിന്നെ അലീനയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അലീന കിച്ചണിൽ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അലീനയുടെ ബാക്കിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അലീന കാണുന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വൈജയന്തിനെ കാണുമ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു, മാഡത്തിന് ചായ എടുക്കട്ടെ എന്ന്. അപ്പോൾ നീ ഇങ്ങനെ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് മാത്രമേ ചായ തരുള്ളൂ, എന്താ നിനക്ക് ചായ അങ്ങ് കൊണ്ടുവന്നാലെന്നൊക്കെ ചോദിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ ചായ കൊണ്ടുവന്നപ്പോൾ ചായ വേണമെങ്കിൽ ഞാൻ എന്നോട് പറയാമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ, അതൊക്കെ നീ ഇപ്പോഴും മനസ്സിൽ കൊണ്ടുവച്ചുകൊണ്ട് നടക്കുകയാണോ, എന്നും എൻ്റെ മൂഡ് ഒരേപോലെ ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ അലീന പറയാണ്, അതെനിക്കറിയില്ലായിരുന്നു, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ചായ എടുക്കാനായിട്ട് പോകട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, നീ എന്നെ തോൽപ്പിച്ച് ഇവിടെ അങ്ങ് കാലുറപ്പിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല, നിനക്കിപ്പോൾ ആശ്വാസമായി കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുമ്പോൾ, എന്താ ആശ്വാസം, വറചട്ടിയിൽ നിന്ന് വീണ്ടും വറചട്ടിയിലേക്ക്, അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ.
അപ്പോൾ എന്തായാലും ഇങ്ങനെ വൈജയന്തിനെ തോൽപ്പിച്ച് അവിടെ ഒരുപാട് കാലം നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു മോഹമൊന്നുമില്ല. ഏതാണ്ട് ഇങ്ങനെ ഇവിടുത്തെ ജീവിതമൊക്കെ മടുത്ത ഇതിലാണെന്ന് ഇങ്ങനെ വൈജയന്തിനോട് അലീന തുറന്നു പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി അലീനോട് പറയുന്ന സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു, മാഡത്തിന് ഇവിടുത്തെ ഒരു കാര്യങ്ങളും അറിയില്ല എന്ന് പറയും കേട്ടോ. പിന്നെ ആർക്കാ അറിയാവുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കെല്ലാം അറിയാമെന്ന് പറയുമ്പോൾ നിനക്ക് എന്തറിയാമെന്നിങ്ങനെ വീണ്ടും എടുത്ത് ചോദിക്കുമ്പോൾ എല്ലാം എന്നിങ്ങനെ അലീന പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് വൈജയന്തിയുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. വൈജയന്തി അത് വാങ്ങിച്ച് കുടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കൊണ്ട് അലീന കുറച്ച് സമയം അവിടെ നിന്നിട്ട് തിരിഞ്ഞ് വീണ്ടും അടുക്കളയിലേക്ക് പോരുകയാണ്. പിന്നീട് രോഹിത്താണെങ്കിലും ഇങ്ങനെ ഹരീനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹരി ഫോണൊന്നും എടുക്കുന്നില്ല. കുറേ തവണ വിളിക്കുമ്പോഴാണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു, നിന്നെ ഞാൻ രാവിലെ തൊട്ടേ വിളിക്കുന്നുണ്ട്, നീ എന്താ കോൾ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് പോയതായിരുന്നു എന്ന് പറയുമ്പോൾ സിനിമയ്ക്കോ, അപ്പോൾ നിനക്ക് എങ്ങനെ ഇതിനൊക്കെ കഴിയുന്നു, നിനക്ക് ഒരു ടെൻഷനും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മനുവേട്ടൻ നിന്നെയും കൊണ്ടുവന്ന് ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോടും നീ തുറന്നു പറഞ്ഞതല്ലേ, പിന്നെ നിനക്കൊരു ടെൻഷനും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ കളിച്ചൊരു നാടകമാണ് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നീ ഇപ്പോഴും പറയുന്നത് നീയും അലീനയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹരിയാണെങ്കിലും അതേ തന്നെയാണ് കേട്ടോ പറയുന്നത്. അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് തന്നെയല്ലേ നഷ്ടം, അവളെ അവിടുന്ന് പറഞ്ഞു വിടില്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അവളെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു നാടകം കളിച്ചത് തന്നെയാണ്. പിന്നെ ഞാൻ നിന്നോട് പറയുന്ന കാര്യങ്ങളൊന്നും നീ വേറെ ആരോടും പറയാൻ നിൽക്കണ്ട, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഓരോ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത് എന്ന് പറയാണ് കേട്ടോ. രോഹിത്താണെങ്കിലും ഹരി ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഗോൾഡ് റിങ് കൊടുത്ത കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ അത് അവൾക്ക് ശരിക്കും കൊടുത്തത് തന്നെയാണോ, അങ്ങനെയാണോ അത് അവളുടെ ബാഗിൽ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഞാനത് അവൾക്ക് കൊടുത്തത് തന്നെയാണെന്ന് പറയുമ്പോഴും രോഹിത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴാണ് രോഹിത് പറയുന്നത്, നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ നീ ഒരു ദിവസം ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വരണം, അതുപോലെ ഞാനും വരാം, നമ്മൾ 3 പേരുമായിട്ട് കാണണം എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് 3 പേരെന്ന് ചോദിക്കുമ്പോൾ അലീനയും ഞാനും നീയും മാത്രമായിട്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഈ രോഹിത്താണെങ്കിലും ഹരി പറയുന്നതെല്ലാം അങ്ങ് വിശ്വസിച്ച മട്ടുണ്ട്. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് രേവതിക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെ അവിടുത്തെ നായയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ജോസൂട്ടി അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നായയ്ക്ക് ഫുഡ് കൊടുക്കാൻ ചെന്നിട്ട് നായേനോടും പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് നിന്നോണം, അല്ലെങ്കിൽ ഞാൻ അലീന ചേച്ചീനെ വിളിക്കും, അലീന ചേച്ചി ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നീയൊക്കെ അങ്ങ് പേടിച്ചു പോകുന്നിങ്ങനെ നായേനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല ജോസൂട്ടി കളിയാക്കിക്കൊണ്ട് ഓരോന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രേവതിക്കുട്ടീനോട്. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, വീട്ടിലെ സെർവൻസ് തമ്മിൽ ഒരു പരസ്പരം ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും, ഒരു സഹകരണമൊക്കെ ഉണ്ടായിരിക്കും, ഇവിടെ അതൊന്നും ഇല്ലല്ലോ, സിനിമയിൽ പോലും അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രേവതിക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ നിൽക്കണം എന്നൊന്നുമില്ല, ഇനിയിപ്പോൾ അങ്ങനെ സഹകരണം വേണമെങ്കിൽ ചേട്ടൻ സിനിമാക്കാരുടെ അടുത്തേക്ക് പോയിക്കോ, അതാവുമ്പോൾ പിന്നെ പറ്റിയ ജോഡി തിരഞ്ഞെടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് രേവതിക്കുട്ടി അങ്ങ് അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നീട് ഗ്രേസമ്മയാണെങ്കിലും രേവതിക്കുട്ടീനെ ഇങ്ങനെ വിളിക്കുകയാണ്, രേവതിക്കുട്ടി രേവതിക്കുട്ടി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. ഗ്രേസമ്മയ്ക്ക് ശരിക്കും നടക്കാനൊന്നും വയ്യ. അപ്പോഴേക്ക് രേവതിക്കുട്ടി ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഗ്രേസമ്മയാണെങ്കിലും താഴെയാണ് കേട്ടോ. അപ്പോഴേക്ക് സോഫയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ നിവർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കിടന്നതാണ്. പിന്നെ എണീറ്റപ്പോൾ എനിക്ക് കാലനക്കാൻ വയ്യ, ആകെ മരവിച്ച് പോയിട്ടുണ്ട്, കാലൊന്ന് തടവി താ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ബാം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് അത് എടുത്തു കൊണ്ടുവന്നിട്ട് നിലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എന്തോ ഒരു കസേര ഇട്ടിട്ട് അവിടെ ഇരുന്നാൽ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടീനെ ആ തറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് സോഫയിലേക്ക് ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് കാലാന്നൊക്കെ ചോദിക്കുമ്പോൾ വലത്തെ കാലാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തടവട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തടവി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ രേവതിക്കുട്ടിയാണെങ്കിലും ഇങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കാൻ പോവുകയാണേ എന്ന് പറയും കേട്ടോ. എന്നോട് ദേഷ്യപ്പെടരുത് എന്നിങ്ങനെ പറയുമ്പോൾ എന്നാൽ പിന്നെ ചോദിക്കേണ്ട എന്ന് പറയും കേട്ടോ. ഗ്രേസമ്മയാണെങ്കിലും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, എന്നാലും ഞാൻ ചോദിക്കും, ദേഷ്യപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ചോദിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മുറി ഒന്ന് വൃത്തിയാക്കി ഇടട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കും, ഏത് മുറിയെന്ന്. അപ്പോൾ ഗ്രേസമ്മയുടെ മകൻ്റെ മുറിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അവിടുത്തെ ഫോട്ടോയൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്, അതിലെ പല ഫോട്ടോസും പൊടി കൊണ്ട് കാണുന്ന പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതിപ്പോൾ നന്നാക്കിയിട്ടിട്ട് നിനക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഒരു ഇഷ്ടമുള്ള ആളെ, നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ സാധനങ്ങളെല്ലാം നമ്മൾ എപ്പോഴും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അല്ലേ സൂക്ഷിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ അത് ശരിയാവില്ല എന്ന് പറയട്ടോ.
അപ്പം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ സാധനങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് വെക്കണം. അതുകൊണ്ട് ആ മുറിയൊക്കെ ക്ലീനാക്കി നമുക്ക് രാവിലെയും വൈകുന്നേരം അവിടെ ഒരു തിരിയൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മയാണെങ്കിലും രേവതിക്കുട്ടി പറയുന്ന എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്